കോട്ടപ്പടി ബാവേലിയിൽ വീടിന്റെ മതിലും ഗേറ്റും കാട്ടാനക്കൂട്ടം തകർത്തു. കൃഷിയും നശിപ്പിച്ചിട്ടുണ്ട്. ഏതാനും ദിവസം മുമ്പ് വെറ്റിലപ്പാറയിലും വീടിന്റെ മതിൽ ആനകൾ തകർത്തിരുന്നു. വാവേലിയിൽ കൊറ്റാലിൽ ചെറിയാന്റെ വീടിന്റെ മതിലും ഗേറ്റുമാണ് കഴിഞ്ഞ രാത്രി ആനക്കൂട്ടം തകർത്തത്. പ്രധാന റോഡിന്റെ അരികിലാണ് ഈ വീട്. പുലർച്ചെ 4 മണിയോടെയാണ് ആനകളെത്തിയത്. പ്രദേശത്തെ മറ്റു കൃഷിയിടങ്ങളിലും ആനകൾ നാശം വരുത്തിയിട്ടുണ്ട്. നിരവധി വിളകൾ നശിപ്പിച്ചു. കയ്യാലകളും തകർത്തു. ദിവസങ്ങൾക്ക് മുമ്പാണ് വെറ്റിലപ്പാറയിൽ റോഡരികിലെ വീടിന്റെ മതിൽ ആനക്കൂട്ടം തകർത്തത്. നേരം പുലരുമ്പോഴും ജനവാസ മേഖലയിലെ ആനകളുടെ സാന്നിധ്യം ജനങ്ങളെ ആശങ്കപ്പെടുത്തുകയാണ്. ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള തൊഴിലുകൾക്കും മറ്റാവശ്യങ്ങൾക്കും വീടിന് പുറത്തിറങ്ങുന്നവർ ആനകൾക്ക് മുമ്പിൽപ്പെട്ട സംഭവങ്ങൾ നിരവധിയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഫെൻസിംഗ് സംവിധാനം ഫലപ്രദമാക്കുകയും ആനകൾ ഫെൻസിംഗ് നശിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുകയും വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഫെൻസിംഗ് ചെയ്തു. അത് കുറച്ച് വർക്ക് ചെയ്ത് പകുതിയായി കഴിഞ്ഞപ്പോൾ അവർ ചാർജ് ചെയ്തിട്ടില്ല. അത് ചെയ്തോടത്തോളം ആന സൈഡിൽ നിൽക്കുന്ന മരം തള്ളിയിട്ട് ഫെൻസിങ് കളഞ്ഞു. അപ്പോൾ നമ്മൾ പറയാം, നിങ്ങൾ ചെയ്ത് വെച്ചോടത്തോളം നിങ്ങൾ ചാർജ് ചെയ്യുക, അപ്പോൾ പിന്നെ പോകില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പകുതിയോളം ചെയ്ത് വെച്ച് കുറച്ചൊക്കെ ആന തട്ടി. പിന്നെ ഈ സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ച് മാറ്റണം. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റോട് ആവശ്യപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഇത് കിട്ടാണ്ട് അവർ ചെയ്യാൻ പറ്റില്ല, മരങ്ങൾ മുറിക്കാൻ പറ്റില്ല ഫോറസ്റ്റ്. അപ്പോൾ അതിൻ്റെ കുറേ പരിമിതികളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, ആ മരം മുറിച്ച് മാറ്റാനൊക്കെ ആയിട്ട്. അപ്പോൾ അതും സൈഡിൽ കൂടെ നിൽക്കണ ഫെൻസിൻ്റെ സൈഡിൽ നിൽക്കണ മരം തള്ളിയിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഒരാളെ കവലയ്ക്ക് തന്നെ ഈ വാവിലി ജംഗ്ഷൻ വെച്ചാണ് രാവിലെ ഒരു 7 മണിക്കാണ് ആന എടുത്ത് എറിഞ്ഞത്. അത് ഈ തോക്ക് ഫെൻസിങ് മരം തള്ളിയിട്ട് പോകുന്നില്ലായിരുന്നെങ്കിൽ അവിടെ ചാർജ് ചെയ്യാറുണ്ടെങ്കിൽ വെളുപ്പിന് 6-7 മണി വരെ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഈ ജോലിക്ക് പോകണവരൊന്നും ആന അങ്ങോട്ട് കവർ ചെയ്ത് വരില്ലായിരുന്നു. അപ്പോൾ മരം തള്ളിയിട്ട് പോകും. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ്. ഞങ്ങളിവിടെ ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത്. ഭീഷണി തന്നെ വളരെ ഡേഞ്ചറാണ് ഞങ്ങൾ പോക്കും വരും. അപ്പോൾ ഞങ്ങൾ എന്നാ ചെയ്യുക? ഞങ്ങൾ മേലധികാരികളോട് ഞങ്ങൾ എല്ലാ ആവശ്യങ്ങളും പറയാറുണ്ട്. എല്ലാം ചെയ്തു തരാമെന്നാണ് അവർ പറഞ്ഞത്. GTV ന്യൂസ്, കോട്ടപ്പടി.